പ്രൈസ് ലോർഡ്. പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തിലേക്ക് ക്രിസ്തുയേശുവിൽ നിങ്ങൾക്കേവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ മറന്നിട്ടില്ലല്ലോ, നെയ്യാറ്റിൻകര അമരവിളയിൽ താന്നിമൂട് എന്ന സ്ഥലത്ത് MS ബിൽഡിങ്ങിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്ന ആഴ്ചകളിൽ ദൈവം അനുവദിച്ചാൽ നമ്മൾ ഒരുമിച്ച് 3 മണി മുതൽ കൂട്ടായ്മയുടെ അനുഭവത്തിലായിരിക്കും. പരിസര പ്രദേശങ്ങളിലുള്ളവർ ഒരുങ്ങുക, പ്രാർത്ഥനയോടെ ഒരുങ്ങുക. ആ ദൈവമഹത്വം കാണുവാൻ നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് കർത്താവിൻ്റെ നാമം നിങ്ങളിലൂടെ ഉയർത്തപ്പെടുവാൻ ആഗ്രഹിക്കുന്നില്ലേ? 4 പേർ പറയണം, അതേ, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ചോദ്യങ്ങൾ ഒത്തിരിയുണ്ട്. എവിടെ നിന്റെ ദൈവം? എവിടെ നീ ഇതുവരെ പ്രാർത്ഥിച്ചിട്ട്, നീ ഇതുവരെ ആരാധിച്ചിട്ട്, നീ ഇതുവരെ ഓടിയിട്ട് ചാടിയിട്ട്? അതേ, ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുവാൻ ദിവസമായിരിക്കുന്നു. ആ മഹത്വത്തിൽ മറയുവാൻ, ആ ദൈവ സാന്നിധ്യത്തിൽ വിലയം പ്രാപിക്കുവാൻ, ശ്രേഷ്ഠരായി ദൈവനാമത്തിൽ അറിയപ്പെടുന്ന ശ്രേഷ്ഠരായി മാറുവാൻ. അപ്പോൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന സഹകരണം ഞങ്ങൾക്ക് ആവശ്യം. ആ പരിസരങ്ങളിലുള്ളവർ കോൺടാക്ട് ചെയ്യുക. നമുക്കൊരുമിച്ച് പ്രാർത്ഥനയോടെ മുന്നേറാം. അതിനായി പ്രാർത്ഥന കുറയ്ക്കരുത്, ശക്തമായി പ്രാർത്ഥിക്കുക. നമുക്കൊരുമിച്ച് പ്രാപിക്കേണ്ടതും ഒരുമിച്ച് ചെയ്തെടുക്കേണ്ടതും ദേശത്തിൽ ഒത്തിരിയുണ്ട്. കഴിഞ്ഞ രാത്രിയിലും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവിധത്തിൽ ചെയ്യേണ്ടത് ചെയ്തെടുക്കുവാൻ കഴിയാത്ത വിധത്തിൽ നിങ്ങളായിരിക്കുന്ന ചില അവസ്ഥകളിലൂടെ എന്നെ നടത്തി. ആ അവസ്ഥകളിൽ നിന്ന് ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന ആലോചന എന്നോട് പങ്കുവച്ചു. അതേ, ഞാൻ കേട്ട ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ആ ആലോചന പ്രവചനദൂതായി നിങ്ങൾക്ക് കൈമാറി, വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് കൈമാറി, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആ ആലോചനയുടെ നിവർത്തീകരണം നിങ്ങളിൽ കണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ പ്രാർത്ഥിച്ച് ആഗ്രഹിച്ചായിരിക്കുന്നു. റെഡിയാണോ? നിങ്ങളിൽ ആലോചനയുടെ, ദൈവാലോചനയുടെ നിവർത്തീകരണം വെളിപ്പെടുത്തുവാൻ വിശ്വാസത്തോടെ, പ്രതീക്ഷയോടെ, വലിയ പ്രാർത്ഥനയോടെ ഒപ്പം വന്നാട്ടെ. വാക്യം ഇതാണ്. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം. അവിടെ ഇവിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: യോസേഫ് ഫലപ്രദമായൊരു വൃക്ഷം, നീരുറവിനരികെ ഫലപ്രദമായൊരു വൃക്ഷം തന്നെ. അതിൻ്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു. ദൂത് നിങ്ങൾക്ക് കൈമാറുന്നതിന് മുമ്പ് പ്രസ്തുത വാക്യത്തെ വിവരിക്കുന്ന 1-2 കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെച്ച് മുൻപോട്ട് പോകുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഒരപ്പൻ തൻ്റെ മകനെക്കുറിച്ച് പറയുകയാണ്. വെറും അപ്പനല്ല, ക്രാന്തദർശിയായ, അനുഗ്രഹിക്കപ്പെട്ട, ബൈബിൾ ഭാഷയിൽ പറഞ്ഞാൽ അതെ, ഗോത്രപിതാവ്. സ്തോത്രം. ആ മനുഷ്യൻ തൻ്റെ മകനെക്കുറിച്ച്, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യൻ തൻ്റെ മകനെക്കുറിച്ച് പറയുന്നു, യോസേഫ് എന്ന എൻ്റെ മകൻ, അവൻ ഫലപ്രദമായൊരു വൃക്ഷം പോലെയാണ്. നട്ട് മുറിച്ച് കളയേണ്ട ഗതികേട് വന്നിട്ടില്ലാത്തൊരു വൃക്ഷം പോലെ. മനസ്സിലായോ? പലരും ആവേശത്തോടെയൊക്കെ നടും. ചിലതൊക്കെ മുളച്ച് കുറച്ച് ദിവസം കഴിയുമ്പോൾ കോഴി മൂട് കിണ്ടി പട്ടുപോകും, ആട് തിന്നു പോകും, പുഴു കുത്തിപ്പോകും. ചിലത് വളർന്ന് വലുതാകും, ഇല മാത്രമേ കാണത്തുള്ളൂ, അതിലൊന്നും കിട്ടത്തില്ല. ഇനി കിട്ടിയാലോ ചിലത് പ്രയോജനമില്ലാത്തതായിരിക്കും. അവിധത്തിൽ ഒരു ഒരു ഉപകാരവുമില്ലാത്ത ഏതെങ്കിലും ഒരു വൃക്ഷം പോലെ അല്ല. ഫലപ്രദമായ എൻ്റെ വീട്ടിൻ്റെ നടയിൽ അല്ലെങ്കിൽ എൻ്റെ പറമ്പിൽ ഇങ്ങനെ ഒരു വൃക്ഷമുണ്ട്, അതെനിക്ക് അനുഗ്രഹമാണ് എന്ന് പറയുവാൻ കഴിയുന്ന വിധത്തിൽ ഫലപ്രദമായൊരു വൃക്ഷം പോലെ, മീൻസ് അനുഗ്രഹിക്കപ്പെട്ട ഒരു മകനുണ്ട്. നിർത്തുന്നില്ല. ആ അനുഗ്രഹത്തെ പിതാവ് വർണ്ണിക്കുകയാണ്. ആ വൃക്ഷം ഏതെങ്കിലും മരുഭൂമിയിലോ കുന്നിൻ്റെ മണ്ടയിലോ നിൽക്കും പോലെ അല്ല, നീരുറവിനരികെ നിൽക്കുന്നത് പോലെയാണ്. നീരുറവിനരികെ നിൽക്കുന്ന വൃക്ഷം എങ്ങനെയായിരിക്കും? ദാവീദിനോട് ചോദിച്ചാൽ ദാവീദ് വേഗത്തിൽ പറയും. 1-ാമത്തെ സങ്കീർത്തനത്തിലൂടെ അറ്റരികത്ത് നട്ടിരിക്കുന്നത്, തക്ക കാലത്ത് ഫലം കായ്ക്കുന്നത്, ഇല വാടാത്തതുമായ. ആമേൻ. ആ നീരുറവിനരികെയാണെങ്കിൽ ഇല വാടത്തില്ല, തക്ക കാലത്ത് ഫലം കായ്ക്കും, ഇല വാടാത്ത പച്ചപ്പുള്ള പുഷ്ടിയുള്ള ഒരു മകൻ. തീർന്നില്ല, തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന, പ്രയോജനപ്പെടുന്ന ഒരു മകൻ. അങ്ങനെ ഒരു മകനാണ് യോസേഫ്. ആ യോസേഫിനെ കുറിച്ച് തുടർന്ന് ആ വാക്യത്തിൻ്റെ 2-ാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നു, ആ യോസേഫ് എന്ന വൃക്ഷത്തിനെ ചുറ്റിയിരിക്കുന്ന ഒരു മതിൽ.
അതെ, ഒരു മതിൽ. ആ അപ്പൻ പറയുന്നു, വെറും വാക്കല്ല, അനുഗ്രഹിച്ചു പറയുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഫലപ്രദമായ പ്രയോജനകരമായ വൃക്ഷം പോലെയുള്ള തൻ്റെ മകനെ അനുഗ്രഹിച്ചു പറയുന്നു, ഈ മതിലിനു മുകളിൽ അവൻ പടരും, അവൻ വളരും, അവൻ ഫലം കായ്ക്കും. ശത്രുവിൻ്റെ, അത് മനുഷ്യനാകട്ടെ പിശാചാകട്ടെ, അവരുടെ ആലോചനകൾക്ക് മുകളിൽ നീ വളരും, നീ ഫലം കായ്ക്കും. സഹോദര സഹോദരി, നിനക്ക് ചുറ്റുമുള്ള മനുഷ്യർ അവരുടെ ബുദ്ധി കൊണ്ടും അവരുടെ ചിന്ത കൊണ്ടും അവരുടെ ആലോചനകൾ കൊണ്ടും നിനക്ക് വിരോധമായി കെട്ടി ഉയർത്തിയ മതി, അതെ ഇതുവരെ മതി എന്ന് പറഞ്ഞ്, ഇനി അധികം വേണ്ട എന്ന് പറഞ്ഞ് കെട്ടി ഉയർത്തിയ കോട്ടകൊത്തളങ്ങൾക്ക് മുകളിൽ ദൈവം നിന്നെ വളർത്തും. അതെ, ഒരു ശത്രുവിനും പിടിച്ചു വയ്ക്കുവാൻ കഴിയാത്ത വിധത്തിൽ. അത് തന്നെ സഹോദര സഹോദരി, ഇന്ന് ആ മതിൽ, ശക്തിയേറിയ മതിൽ നിനക്ക് ചുറ്റും കെട്ടി ഉയർത്തപ്പെട്ടിട്ടുണ്ട്. നീ മോശക്കാരനല്ല, നീ കുറവുള്ളവനല്ല. ആമേൻ. നിനക്ക് കഴിവുണ്ട്, നിനക്ക് അറിവുണ്ട്, കാര്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്നറിയാം. പക്ഷേ ഒരു മതിൽ, വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്ന, നിന്റെ കഴിവിനൊത്തവണ്ണം, നിന്റെ ആഗ്രഹങ്ങൾക്കൊത്തവണ്ണം, നിന്റെ സ്വപ്നങ്ങൾക്കൊത്തവണ്ണം വളരുന്നതിന് തടസ്സമായി നിൽക്കുന്ന ഒരു മതിൽ, ആ മതിലിന് മീതെ ദൈവം നിന്നെ വളർത്തിയ യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ആ തൊഴിലിടത്തിൽ നീ കാണാത്ത, സ്തോത്രം, അദൃശ്യമായൊരു മതിൽ, അല്ലേ, ഒരു പരിധിക്കപ്പുറം വളർച്ച ഉണ്ടാവുന്നുണ്ടോ? സ്തോത്രം. താഴേന്ന് പെട്ടെന്നാണ് വളരുന്നത്, പെട്ടെന്ന് വളർച്ച പെട്ടെന്ന്. പക്ഷെ ഒരു ലെവലിലെത്തുമ്പോൾ അതിന് മുകളിലേക്ക് വളരുവാൻ കഴിയുന്നില്ല, അവിടെ കൊണ്ട് തീരുക. സ്തോത്രം. ഈ വളർച്ച തുടങ്ങിയ വേഗതയ്ക്കനുസരിച്ചാണ് ലോൺ എടുത്തത്, കടം വാങ്ങിയത്, പലിശക്കെടുത്തത്, വീട് പണി തുടങ്ങിയത്, മക്കളെ ആ കോഴ്സിന് ചേർത്തത്, പല പല സ്വപ്നങ്ങളും കണ്ടത് ഈ വളർച്ചയുടെ വേഗതയ്ക്കനുസരിച്ചാണ്. ഒരു കണക്കുകൂട്ടലുണ്ടായിരുന്നു, ഇങ്ങനെ വളർന്നാൽ ഇത്ര ശമ്പളം കിട്ടും, ഇന്ന പൊസിഷനിൽ എത്താൻ പറ്റും, അവിടെ അനുഗ്രഹിക്കപ്പെട്ടൊരു ജീവിതം ഉണ്ടാകും, സന്തോഷമായിട്ടിരിക്കാൻ പറ്റും, ഇല്ലേ? പക്ഷെ പെട്ടെന്ന് വളർച്ച നിന്നപ്പോഴോ, താങ്കിലോട് യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വളർച്ച നിൽക്കുമ്പോൾ ഫലമില്ല, വളർച്ച നിൽക്കുമ്പോൾ ഫലമില്ല. വളർച്ച നിന്ന് സങ്കടത്തോടെ ആയിരിക്കുക. എങ്ങനെ ചെയ്യും, എന്ത് ചെയ്യും, എങ്ങനെ മുൻപോട്ട് പോകും? ഒത്തിരി ബാധ്യതകളുണ്ട് സഹോദരി. വളർച്ച നിന്നു, വഴികളൊന്നുമില്ല, എങ്ങനെ മുൻപോട്ട് പോകണമെന്നറിയത്തില്ല, എന്ത് ചെയ്യണമെന്നറിയത്തില്ല. കേൾക്ക്, ആ മതിലിന് മീതെ, നിന്നെ തടഞ്ഞു വയ്ക്കുന്ന ആ മതിലിന് മീതെ എൻ്റെ ദൈവം നിന്നെ വളർത്തുക യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് വളരുക മാത്രമല്ല, ആ മതിലിന് മുകളിൽ നീ ഫലം കായ്ക്കുവാൻ പോകുക ഉയരത്തിൽ. താങ്ക് യു ലോർഡ്. എൻ്റെ ദൈവം നിന്നെ ഉയർത്തി ഉയരത്തിൽ ഫലം കായ്ക്കുന്ന വിധത്തിൽ, ചില ഉയർന്ന പൊസിഷനുകൾ, ചില ഉയർന്ന പോസ്റ്റിൽ, ചില ഉയർന്ന രാജ്യങ്ങൾ. യെസ്, യേശുവിൻ നാമത്തിൽ. ദൂത, നിന്നോടുള്ള ദൂത. ആമേൻ. ആ വളർച്ച ആ മതിൽക്കെട്ടിൽ തീർന്നു എന്ന് നീ ചിന്തിച്ചായിരിക്കുന്നുവെങ്കിൽ, ചില ഉയർന്ന രാജ്യങ്ങളിലേക്ക്, ഉയർന്ന വരുമാനം നേടുവാൻ കഴിയുന്ന, ഉയർന്ന ജോലികൾ ലഭിക്കുന്ന, ഉയർന്ന നിലയിൽ മുൻപോട്ട് പോകുവാൻ കഴിയുന്ന രാജ്യങ്ങളിൽ നിന്നെ ഉയർത്തി അവിടെ എൻ്റെ ദൈവം നിന്നെ ഫലം കായ്പിക്കുവാൻ പോകുക. അവൻ മതിലിനകത്ത് ആദ്യം ഫലം കായ്ച്ചു, വരൾച്ച മുരടിച്ചു, ഫലമില്ല. അയ്യോ, വല്ലാത്തൊരവസ്ഥ. എന്നാൽ കേൾക്ക്, അവിടെ നിന്ന് ദൈവം നിന്നെ ഉയർത്തും. മതിലിന് മുകളിലേക്ക് അടുത്തൊരു ലെവൽ, അവിടെ ഫലം കായ്ക്കും. ആമേൻ. താഴെ നീ കായ്ക്കാതെ പോയതെല്ലാം കൂടെ ചേർത്തൊരു കായ്പ്. യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. മാതാവേ, പിതാവേ, അവർ കുറേ നഷ്ടപ്പെടുത്തി, കുറേ പോയി. അവരുടെ വളർച്ച കണ്ടപ്പോൾ നിനക്ക് ഒത്തിരി പ്രതീക്ഷയായിരുന്നു, ഇവരിങ്ങനെ വളരും. സ്തോത്രം. അവരുടെ ജീവിതം അനുഗ്രഹമായിത്തീരും, നിന്റെ ജീവിതം അനുഗ്രഹമായിത്തീരും. പക്ഷേ ആദ്യമൊക്കെ ഫലമുണ്ടായിരുന്നു, പിന്നെ ഫലമില്ല. കാരണം വളർച്ച മുരടിച്ചു, അല്ലെങ്കിൽ മുരടിപ്പിച്ചു. സ്തോത്രം. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, ദൈവദാസനെ അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞ, മുരടിപ്പിച്ചു എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? മുരടിപ്പിച്ചു. നോക്കൂ, ഒരു ഇൻവിസിബിൾ മാർക്ക്. ആമേൻ. സ്തോത്രം. ഒരു മാർക്ക്, അതിനപ്പുറത്തേക്ക് അവർക്ക് ഉയരുവാൻ കഴിയുന്നില്ല. അത് ആരാണ് വരച്ചത്, എങ്ങനെയാണ് വരച്ചത് അറിയത്തില്ല. പക്ഷെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, അതിനപ്പുറത്തേക്ക് ആ പിള്ളേർക്ക് വളരാൻ പറ്റുന്നില്ല, അതിനപ്പുറത്തേക്കൊരു വിശാലത ഉണ്ടാകുന്നില്ല, അതിനപ്പുറത്തേക്കൊരു ഫലപ്രാപ്തി ഉണ്ടാകുന്നില്ല. അദൃശ്യമായ ആ മാർക്കിനടിയിൽ, ആമേൻ, അതല്ലേ മാതാവേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നേ. ഒരു വരയ്ക്കടിയിൽ നിൽക്കുക. ദൂത് പറയട്ടെ,
ആ മാർക്കിനെ ദൈവം മായ്ച്ചു കളയുക. ഓ യെസ്, യേശുവിൻ നാമത്തിൽ ആ അദൃശ്യമായ മാർക്കിനെ ദൈവം മായ്ച്ചു കളഞ്ഞ് അതിന് മുകളിൽ നിന്റെ തലമുറകളെ എൻ്റെ ദൈവം വളർത്തുക. ഓ, അവർ ഫലം കായ്ക്കും. ആമേൻ. ഇനി അവർ പ്രയോജനപ്പെടത്തില്ല, അവരെ ഒന്നിനും കൊള്ളത്തില്ല. ആമേൻ. അത് തന്നെ നീ ചിന്തിച്ചു കരഞ്ഞുകൊണ്ടിരിക്കുക. ആമേൻ, സ്തോത്രം. അവർ ഫലം കായ്ക്കും, നിനക്ക് തണലായി മാറും. അതെ, നിന്റെ തലമുറകൾ, മാതാവേ, പിതാവേ, ഇന്നായിരിക്കുന്ന ആ മതിലിനകത്തു നിന്ന് അവർ പുറത്തു വരും. ഓ യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് ആ മാർക്ക് ദൈവം മാച്ചു കളയും. ആമേൻ, സ്തോത്രം. ആ മാർക്ക്, അത് സ്തോത്രം. അതിനപ്പുറത്തോട്ട് അവളുടെ ജീവിതത്തിൽ നല്ലൊരു സന്തോഷം കാണാനില്ല, അല്ലേ? സ്തോത്രം. ഒത്തിരി ആഗ്രഹിച്ചു കടന്നുപോയത് ആ കുടുംബത്തിനകത്ത്, പക്ഷേ ഒരു മാർക്ക് അതിനപ്പുറത്തോട്ടില്ല. അത് കുടുംബജീവിതത്തിലില്ല, അവളുടെ കുടുംബജീവിതത്തിലില്ല, അവളുടെ നന്മകളിലില്ല, അവളുടെ തൊഴിലിലില്ല. സ്തോത്രം. ആ ഒരു മാർക്കിനകത്ത് കിടന്ന് ഒരു വിങ്ങി പൊട്ടുന്ന ഒരവസ്ഥ യേശുവിൻ നാമത്തിൽ. ഓ താങ്ക് യു ലോർഡ്. ആമേൻ, സ്തോത്രം. ഒരു വല്ലാത്ത വിങ്ങല. പഴയതുപോലെ നിന്റെ മകൾ ഒത്തിരി സംസാരിക്കുന്നില്ല. സ്തോത്രം. ആമേൻ. തെളിവാ, പഴയതുപോലെ ഒത്തിരി സംസാരിക്കുന്നില്ല. ആ പഴയ സംസാരങ്ങളിലെ പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ടു പോയി. അല്ലെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ, ഒരുപാട് സ്വപ്നങ്ങൾ, ഒരുപാട് ആഗ്രഹങ്ങൾ നിൻ്റെ തലമുറയെക്കുറിച്ചാണ് അവൾ പങ്കുവെച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ ആ സ്വപ്നങ്ങൾ പങ്കുവയ്ക്കുന്ന അനുഭവമില്ല. ഒരു വല്ലാത്ത ഒതുക്കപ്പെട്ട അവസ്ഥ. അവൾ പോലും അറിയാതെ ഒരു മാർക്ക്, അതിന് മുകളിലേക്ക് വരുവാൻ, കുടുംബജീവിതത്തിലെ സന്തോഷം അനുഭവിക്കുവാൻ, ഒരുമിച്ച് മുന്നേറുവാൻ കഴിയാതെ രണ്ട് സ്ഥലങ്ങളിലാക്കി. നിൻ്റെ തലമുറയുടെ കുടുംബത്തെക്കുറിച്ചാണ്. രണ്ട് തട്ടിലാക്കിയ ഭർത്താവ് ഒരു തട്ടിൽ, ഭാര്യ, അത് നിൻ്റെ മകൾ ഒരു തട്ടിൽ, സഹോദരി നീ ഒരു തട്ടിൽ, നിൻ്റെ ഭർത്താവ് ഒരു തട്ടിൽ, സഹോദര നീ ഒരു തട്ടിൽ, നിൻ്റെ ഭാര്യ ഒരു തട്ടിൽ, രണ്ട് തട്ടിലാക്കി. സ്തോത്രം. നീ ഉയർന്നു വരുമ്പോൾ അവൾ താഴെ പോകും, നീ താഴെ പോകുമ്പോൾ അവൾ ഉയർന്നു വരും. ഒരുമിച്ച്. ഓ സ്തോത്രം. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അത് തന്നെ ഒരു ഇൻവിസിബിൾ മാർക്ക്, പുറത്തു വരുവാൻ കഴിയാത്ത ഒരു മതിൽക്കെട്ട്, അതിന് മുകളിലേക്ക്. ഓ താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ അതിന് മുകളിലേക്ക് കർത്താവ് നിന്നെ വളർത്തുക. അപ്പോൾ നിങ്ങൾ ഒരു പക്ഷേ ചോദിക്കും, ദൈവദാസനെ ആ മതിൽ പൊളിക്കുന്നതല്ലേ നല്ലത്? നോ 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 നോ. ആമേൻ, സ്തോത്രം. ഈ മതിലിനകത്ത് വൃക്ഷത്തിൻ്റെ ഫലം കുറഞ്ഞത് എന്താണെന്ന് അറിയാമോ? വെളിച്ചം കുറഞ്ഞതുകൊണ്ടാണ്. ആമേൻ, സ്തോത്രം. വൃക്ഷം നല്ലപോലെ ഫലം തരണമെങ്കിൽ നല്ല വെളിച്ചം വേണം. ഞങ്ങളിവിടെ ഒത്തിരി വൃക്ഷങ്ങളൊക്കെ നട്ടിട്ടുള്ളതാണ്. നല്ല വെയിൽ കിട്ടിയില്ലെങ്കിൽ കായ്ക്കത്തില്ല. ഒരു മാവ് ഇപ്രാവശ്യം കായ്ച്ചില്ല. അപ്പുറത്ത് റബ്ബർ വളർന്നപ്പോൾ പ്രകാശമില്ല, അതുകൊണ്ട് കായ്ച്ചില്ല. കായ്ക്കാത്തത് പ്രകാശമില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് പൊളിച്ച് താഴെയല്ല, ഉയരത്തിൽ. ഓ താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ ചില ഉയരങ്ങളിലേക്ക് കൊണ്ടുപോയി അധിക ഫലം തരും. യേശുവിൻ ചില ഉയരങ്ങളിലേക്ക് നിൻ്റെ കുടുംബജീവിതത്തെ എൻ്റെ ദൈവം പറിച്ച് നടുവാൻ. ഓ സ്തോത്രം. ഒരു ചേഞ്ച് നിൻ്റെ കുടുംബജീവിതത്തിന് എൻ്റെ ദൈവം ഒരുക്കുക. സ്തോത്രം. ഒരു മാറ്റം. യെസ്, ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്കും. ഒരു മാറ്റം. ആമേൻ. ഒരു മാറ്റം, ഉയരങ്ങളിലേക്കുള്ള ഒരു മാറ്റം, ഉയരങ്ങളിലേക്കുള്ള ഒരു മാറ്റം. നിൻ്റെ തൊഴിൽ മേഖലയിൽ, നിൻ്റെ കുടുംബജീവിതത്തിൽ, നിൻ്റെ മക്കളുടെ ജീവിതത്തിൽ, ശുശ്രൂഷക നിൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൽ, പ്രാർത്ഥിക്കുന്ന സഹോദര സഹോദരി നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ഒരു മാറ്റം. ആ ബിസിനസ് മേഖലയിൽ ഒരു മാറ്റം, ഉയരത്തിലേക്കുള്ള ഒരു മാറ്റം. എന്തിനാ? അധിക ഫലം കൊടുക്കുവാൻ. കഴിഞ്ഞ നാളുകളിൽ കൊടുക്കുവാൻ കഴിയാത്ത ഫലവും കൂടെ വാട്ടവും പലിശയും ചേർത്ത് കൊടുക്കാൻ വേണ്ടി, അത് തന്നെ കണക്ക് തീർത്ത് കൊടുക്കാൻ വേണ്ടി ഒരു മാറ്റം എൻ്റെ കർത്താവ് ഒരുക്കിയ യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക്. നോക്കൂ, ഇവിടെ ഈ മതിൽക്കെട്ട്, ഇതൊക്കെ ഒരു പരിധിക്ക് അപ്പുറത്ത് നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുന്ന വിഷയങ്ങളാണ്. എന്നെ കേൾക്കുന്ന വിശ്വാസികളായ നിങ്ങൾക്ക് തന്നെ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന വിഷയങ്ങളാണ്. അങ്ങനെ ആരുമില്ല. എല്ലാവരും അവരവരുടെ കാര്യം നോക്കി ജീവിക്കുന്നുണ്ട്. ശരിയാണ്, എല്ലാവരും നല്ലവരാണ്, നല്ലവർ മാത്രമാണ് നമുക്ക് ചുറ്റുമുള്ളവർ. അങ്ങനെ ചിന്തിക്കുക, വിശ്വസിക്കുക, അത് തന്നെയാണ് നല്ലത്. പക്ഷേ എല്ലാവരും നിന്നെ സ്നേഹിക്കുന്നുണ്ട്, എല്ലാവർക്കും നീ പ്രിയപ്പെട്ടവനാണ്, പ്രിയപ്പെട്ടവളാണ്. പക്ഷേ ഇവിടെ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. നീ എവിടെ എത്തണം അവർ നിന്നെ സഹായിക്കുമ്പോൾ, അല്ലെങ്കിൽ നീ അവരോട് കൂടെ നിൽക്കുമ്പോൾ എവിടെ എത്തണം? അവർക്കൊരു കാഴ്ചപ്പാടുണ്ട്. ആമേൻ, സ്തോത്രം. ഇങ്ങനെ നേരെ സമാസമം അതിൻ്റെ ആവശ്യം മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ എനിക്കൊപ്പം ആകണ്ട. അപ്പം മുകളിലേക്ക് അയ്യോ അതൊന്നും വേണ്ട. പിന്നെ താഴെ
തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ദൈവദാസനെ വചനത്തിൽ നിന്ന് വിട്ടുപോകുന്നു? ഇല്ല. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം നിങ്ങൾ വായിച്ചു നോക്കുക. ഈ യോസേഫിന് ചുറ്റും വന്ന ആദ്യത്തെ മതിൽ, അഥവാ യോസേഫിന് ചുറ്റും ആദ്യം സഹോദരങ്ങൾ മതിൽ കെട്ടി ഉയർത്തിയ സാഹചര്യം അവിടെ കാണുവാൻ കഴിയും. യോസേഫ് വന്നിട്ട് സഹോദരന്മാരോട് പറയുകയാണ്, നിങ്ങളെല്ലാവരും എന്നെ നമസ്കരിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകും. അവിധത്തിലൊരു ദർശനം, അതേന്നെ, അവിധത്തിലൊരു ദർശനം ഞാൻ കണ്ടു. അപ്പോൾ അവർക്കുടനെ കാര്യം മനസ്സിലായി, ഇവൻ ഞങ്ങളെക്കാൾ ഉയരും. അയ്യോ, അതുവരെ ഇവൻ ആരാ? അപ്പൻ്റെ ഇളയ മകൻ, അഥവാ തങ്ങളുടെ ഇളയ സഹോദരൻ, സ്നേഹമുള്ളവനാണ്. തങ്ങൾ ഏത് കാട്ടിൽ ആടുമേക്കാൻ പോയാലും അവിടെ ആഹാരവും കൊണ്ട് വരുന്നവനാണ്. കുഞ്ഞനിയനാണ്. അയ്യോ, സ്തോത്രം അല്ലേ, കുഞ്ഞനിയനാണ്. പക്ഷേ അവൻ വളരും എന്ന് തിരിച്ചറിവുണ്ടായപ്പോൾ ആദ്യം എന്ത് ചെയ്തു? അവനെ കൊല്ലാൻ പദ്ധതി ഇട്ടു. സ്തോത്രം. അങ്ങനെയൊന്നും ഇന്ന് ആരും ചെയ്യത്തില്ല. കൊല്ലണമെന്നൊക്കെ ചിലർക്കുണ്ടെങ്കിലും പെട്ടെന്ന് അങ്ങ് മാറും. അപ്പോൾ യഹൂദ എന്ത് പറയുന്നു? എന്നാൽ വിറ്റ് കളയാം. അവൻ ജീവിച്ചോട്ടെ. എങ്ങനെ ജീവിക്കണം? അടിമയായി. തങ്ങളെങ്ങനെയാണ് ജീവിക്കുന്നു? സ്വതന്ത്രരായി. സ്വാതന്ത്ര്യം എവിടെ? അടിമത്വം എവിടെ? ഇവൻ അടിമയായി ജീവിക്കട്ടെ. അങ്ങനെ ഞങ്ങളെക്കാൾ ഉയരണ്ട, ഈ മതിൽക്കെട്ടിനകത്ത് ഇവൻ ജീവിച്ചാൽ മതി. അത് തന്നെ. പലർക്കും നിങ്ങളോടൊരു ദേഷ്യവും ഒരു വിഷമവും ഒന്നുമില്ല. പക്ഷേ അങ്ങനെ അങ്ങ് ഉയർന്നു പോകണ്ട. അതാ പ്രശ്നം. നീയാണെങ്കിലോ ആമേൻ, വളമൊക്കെ ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ച് അങ്ങ് വളർന്ന് പന്തലിക്കാൻ കണക്കിന് നിൽക്കുന്നൊരു വൃക്ഷമാണ്. കാരണം നീ ദൈവത്തിൻ്റെ മകളാ. കാരണം നീ ദൈവത്തിൻ്റെ മകനാ. സ്തോത്രം. യോസേഫ് ആരാ? യാക്കോബിൻ്റെ മകനാ. സ്തോത്രം. യാക്കോബിൽ വന്ന് നിറഞ്ഞിരിക്കുന്ന ഒരു അനുഗ്രഹമുണ്ട്. ആ അനുഗ്രഹത്തിൽ വളരുവാനുള്ളവനാ. നീ പ്രാർത്ഥിക്കുന്ന മകനാ, നീ പ്രാർത്ഥിക്കുന്നവനാ, നീ ഉപവസിക്കുന്നവനാ, നീ കരയുന്നവനാ. സ്തോത്രം. നീ വാടിക്കരിഞ്ഞു പോകുവാനുള്ളവനല്ല, നീ പട്ടുപോകുവാനുള്ളവനല്ല, നീ പ്രയോജനപ്പെടാതിരിക്കുവാനുള്ളവനല്ല, നീ ഫലം കായ്ക്കുവാനുള്ളവനാ. അത് തിരിച്ചറിഞ്ഞു. യേശുവിൻ നാമത്തിൽ അത് തിരിച്ചറിഞ്ഞുകൊണ്ടാ അവനെ ഒതുക്കിക്കൂട്ടുന്നത്. നിന്റെ തലമുറയെ തന്നെ വീട്ടിനകത്ത് ഒതുക്കിക്കൂട്ടുന്നത് ശത്രുവിന് അറിയാം. സ്തോത്രം. യോസേഫ് ആരെന്ന് ശത്രുവിന് അറിയാം. യോസേഫ് എത്രത്തോളം വളരുമെന്ന് അവനൊരു സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ ആ സ്വപ്നം അവനെ എവിടെ എത്തിക്കുമെന്ന് സഹോദരന്മാർക്കറിയാം. നീ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ, സ്തോത്രം, എപ്പം തൊട്ടാ തുടങ്ങിയേ? ആമേൻ. ആ മാർക്ക്, നിന്റെ കണ്ണിന് കാണാത്ത ആ മാർക്ക് എപ്പം തൊട്ടാ വന്നേ? ആ സ്വപ്നങ്ങൾ പങ്കുവെച്ചപ്പോൾ അല്ലേ? ആമേൻ. സ്തോത്രം. കുറച്ചുകൂടെ നല്ല ജോലി കണ്ടെത്തണം, ഇന്ന രാജ്യത്ത് പോകണം, വീട് വയ്ക്കണം, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് വലുതാക്കണം, വസ്തു വാങ്ങണം, മക്കളെ ഇന്ന കോഴ്സുകൾക്ക് പഠിപ്പിക്കണം, വാഹനം വാങ്ങണം, ശുശ്രൂഷയുടെ ലെവൽ ഈ രീതിയിലൊന്നും മാറ്റണം. ഇങ്ങനെ ബിസിനസ് വേറൊരു നിലയിലേക്ക്, വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകണം. മക്കൾ ഇവിടെ ഒന്നും കിടന്നാൽ പോരാ, അവിടെ അവരെ കൊണ്ടുവന്ന് എത്തിക്കണം. സ്വപ്നം. ആമേൻ. സ്തോത്രം. അത് പകൽക്കിനാവല്ല, നല്ലതുപോലെ പ്രാർത്ഥിച്ച് ഉപവസിച്ചിരുന്നപ്പോൾ നീ കണ്ട സ്വപ്നമല്ല, ദൈവം തന്ന ദർശനമാ. ആമേൻ. സ്തോത്രം. ചുമ്മാ കിടന്ന് ദർശനമാത്. പ്രാർത്ഥിച്ച് ഉപവസിച്ച് നീ ആ ദൈവസാന്നിധ്യത്തിൽ മൂടി നിന്നപ്പോൾ ദൈവം തന്ന ദർശനമാണ്. ആ ദർശനമാണ് പ്രശ്നം. ആ സ്വപ്നം നീ പറഞ്ഞപ്പോഴാ ഇൻവിസിബിൾ ആയിട്ടുള്ള മാർക്ക് വന്നത്. റെഡിയാണോ? അതിനെ കർത്താവ് മായ്ച്ചു കളയാൻ പോകും യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി എല്ലാ മാർക്കുകളും നിങ്ങളുടെ വളർച്ചയ്ക്ക് വിരോധമായി മനുഷ്യനും പിശാചും വരച്ചിരിക്കുന്ന മാർക്കുകൾ, ആമേൻ, മനുഷ്യനും പിശാചും വരച്ചിരിക്കുന്ന മാർക്കുകളെ ദൈവം മായ്ച്ചു കളയുക. സ്തോത്രം. യോസേഫ് വളർന്നു. ഈ മതിലിന് മുകളിൽ, അർത്ഥം ശത്രുവിന് ചെയ്യുവാൻ കഴിയുന്നതിൻ്റെ അപ്പുറത്ത് നിന്നെ വളർത്തുന്ന ഒരു ദൈവമുണ്ട്. സന്തോഷത്തോടെ പറയട്ടെ, അവരെത്രത്തോളം ചെയ്യുമോ അതിനപ്പുറം ദൈവം നിന്നെ വളർത്തും. നിനക്കൊരു വളർച്ചയുണ്ട്. പ്രഷർ ഫാമിലിക്കൊപ്പമായിരിക്കുന്ന സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞുമക്കളെ കേൾക്ക്. നിങ്ങൾക്കൊരു വളർച്ചയുണ്ട്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ശത്രു നിങ്ങൾക്ക് വിരോധമായി എത്ര ഉയരത്തിൽ അവൻ്റെ പദ്ധതികൾ കൊണ്ടും അവൻ്റെ ആലോചനകൾ കൊണ്ടും മതിൽ കെട്ടി ഉയർത്തുന്നുവോ അതിലും ഉയരത്തിൽ, യേശുവിൻ നാമത്തിൽ, അവരിലും ഉയരത്തിൽ. ആമേൻ. സ്തോത്രം. അവർക്കെത്തിപ്പെടുവാൻ കഴിയാത്ത സ്ഥാനത്ത് ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. നീ പ്രാർത്ഥിക്കുന്നതും ആരാധിക്കുന്നതും ഇവിടെ കിടന്ന് തമ്മി തല്ലാനും
ഫേസ്ബുക്കിൽ തെറി വിളിക്കാനും മറ്റുള്ളവരെ കുറ്റം പറയാനും പോസ്റ്റ് ഇട്ട് കളിക്കാനും അല്ല. നിനക്കൊരു വളർച്ചയുണ്ട്. ആമേൻ, സ്തോത്രം. നീ പിതാക്കന്മാരുടെ ദൈവത്തിൻ്റെ അത്ഭുതം അനുഭവിച്ച് ഫലം കായ്ക്കുവാൻ പോകുക. അബ്രഹാമിൻ്റെ, ഈസഹാക്കിൻ്റെ, യാക്കോബിൻ്റെ ദൈവം യോസേഫിനെ വളർത്തി മതിലിന് മീതെ പടരുമാറാക്കി ഫലം കായ്പിച്ചതുപോലെ പിതാക്കന്മാരുടെ ദൈവം, യേശുവിൻ നാമത്തിൽ ആമേൻ. മോളെ, നിന്റെ അമ്മ, നിന്റെ അപ്പൻ, അവർ ദൈവത്തെ വിളിക്കുന്നത് വെറുതെ അല്ല. സ്തോത്രം, സ്തോത്രം. അവർ ദൈവത്തെ വിളിക്കുന്നത് വെറുതെ അല്ല. നിനക്കൊരു വളർച്ചയുണ്ട്. ആമേൻ. നീ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ആ മതിൽക്കെട്ടിന് മുകളിൽ നീ വളരുവാൻ പോകുക. അവർ കെട്ടി ഉയർത്തിയ മതിലിന് മുകളിൽ എൻ്റെ ദൈവം നിന്നെ വളർത്തുവാൻ. യെസ്, യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതെ, അവർ കെട്ടി ഉയർത്തിയ മതിലിന് മുകളിൽ അവർക്ക് പറ്റുന്നതിൻ്റെ മാക്സിമമാണ് മതിലിൻ്റെ ടോപ്പ്. അതിലപ്പുറം പറ്റത്തില്ല. ആമേൻ. അവരുടെ കഴിവിൻ്റെ അപ്പുറത്ത് നിന്നാണ് നിന്റെ വളർച്ച തുടങ്ങുന്നത്. സഹോദര, ആ ബിസിനസ് മേഖലയെ തകർക്കുവാൻ അവർ ചെയ്തതെല്ലാം അവിടെ നിൽക്കട്ടെ. അവർ ചെയ്ത് നിർത്തിയതിനപ്പുറം നിനക്കൊരു വളർച്ചയുണ്ട്. പ്രിയ മാതാവേ, നിന്റെ മക്കൾക്ക് വിരോധമായി, അവരുടെ വിദ്യാഭ്യാസത്തിനും അവരുടെ ഭാവിക്കും വിരോധമായി ദേശത്തിലെ ചില വ്യക്തികൾ ഇൻവിസിബിളായ ഒരു വര വരച്ചു. കേൾക്ക്, ഇൻവിസിബിളായ വര. അയ്യോ, അവർക്കെങ്ങനെ പറ്റി? മന്ത്രവാദത്താൽ, ആഭിചാരത്താൽ, ക്ഷുദ്ര പ്രയോഗങ്ങളാൽ അവർക്ക് ചെയ്യുവാൻ കഴിയുന്നതിൻ്റെ മാക്സിമം ആ വരയ്ക്ക് മുകളിലാണ് നിന്റെ തലമുറയുടെ വളർച്ച. താങ്ക് യു ലോർഡ്. അവരുടെ ചിന്തയ്ക്ക് അപ്പുറമാണ് നിന്റെ തലമുറയുടെ വളർച്ച എൻ്റെ ദൈവം സെറ്റ് ചെയ്തിരിക്കുന്നത്. യെസ്, യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആമേൻ, സ്തോത്രം. ആ ദേശത്തിൽ നീ ഫലം കായ്ക്കുവാൻ പോവുക. സ്തോത്രം. നിന്റെ കുടുംബത്തിനകത്ത്, ആമേൻ, തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തിനകത്ത് നിങ്ങൾ ഫലം കായ്ക്കുവാൻ പോവുക. ആ മാർക്ക് എന്താ? ഇൻവിസിബിളായ മാർക്ക്. ആ രോഗത്തിൽ മരിച്ചു പോകും. ഇന്ന വയസ്സ് വരെ നിന്റെ ഭാരം അതാ. അപ്പൻ അതുവരെ ഉണ്ടായിരുന്നുള്ളൂ, അമ്മ അതുവരെ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഞാനും അതാകുമ്പോൾ തട്ടിപ്പോവും. നിന്നോടാ സഹോദരി. ആമേൻ, സ്തോത്രം. നാമത്തിൽ ആ മാർക്കിനെ ദൈവം മാച്ച് കളയുക. ആ പാരമ്പര്യ രോഗമെന്ന മാർക്കിനെ ദൈവം മാച്ച് കളയുക. യേശുവിൻ നാമത്തിൽ സ്തോത്രം. കർത്താവ് നിന്നെ സൗഖ്യമാക്കി ആ പാരമ്പര്യ രോഗത്തിൽ നിന്ന്, ആ ഭയപ്പാടിൽ നിന്ന് കർത്താവ് നിന്നെ പുറത്തു കൊണ്ടുവരിക. സ്തോത്രം. പലരും ഭയന്നിരിക്കുക. അയ്യോ, എൻ്റെ മക്കൾക്ക്, എൻ്റെ കുടുംബത്തിന്, ഞങ്ങൾക്ക് ഒരുമിച്ച് ഇതിനപ്പുറം വളരുവാൻ കഴിയത്ത. നോക്കുമ്പോൾ ആ മാർക്കിന് അടിയിൽപ്പെട്ട ഒരുപാട് പേരെ നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ സഹോദരി? ഈ കുടുംബത്തിനകത്തെല്ലാം ഇങ്ങനെ തന്നെയാണ്. ഒരു പരിധി കൂടുതൽ പോകത്തില്ല. കുറേ കഴിയുമ്പോൾ അടിയും പിടിയും. പിന്നെ മക്കളൊക്കെ ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങ് പോകും. നിന്നെ അഡ്ജസ്റ്റ്മെൻറ്റിൽ പോകാനല്ല കർത്താവ് വിളിച്ച. ആ മതിലിനകത്ത് അഡ്ജസ്റ്റ് ചെയ്ത് മുകളിലോട്ട് ഒരു കൊമ്പ്, താഴോട്ട് ഒരു കൊമ്പ്, പിന്നെ വളഞ്ഞ് ഈ ബോൺസായി വളരും പോലെ വളരാനല്ല. നിന്നെ ആ മതിലിന് മുകളിൽ ദൈവം വളർത്തും. സ്തോത്രം. ചില കാഴ്ചപ്പാടുകൾക്ക് മുകളിൽ ദൈവം നിന്നെ വളർത്തുവാൻ പോകുക. ചില ആലോചനകൾക്ക് മുകളിൽ, ചില പദ്ധതികൾക്ക് മുകളിൽ യേശുവിൻ നാമത്തിൽ വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ദൈവം നിന്നെ വളർത്തുവാൻ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ. യോസേഫ് എന്ന വൃക്ഷം, അവൻ സ്വതവേ ഫലപ്രദമായ വൃക്ഷമാണ്. അവൻ്റെ കഴിവൊന്നുമല്ല. സ്തോത്രം. അവന് പിതാക്കന്മാരുടെ ഒരു ദൈവമുള്ളത് കൊണ്ട് സ്തോത്രം. നിന്റെ കഴിവൊന്നും അല്ലെന്നേ. ഇതുവരെ എത്തിയതും കഴിവൊന്നുമല്ല. കർത്താവ് തന്നെയാണ് കൂടെ ഇരുന്നേ. അതുകൊണ്ട് അഭിമാനത്തോടെ പറഞ്ഞ, ഞാൻ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു. ഒരു നിമിഷം ഒന്ന് ചിന്തിക്കേ. ദൈവത്തിൻ്റെ കൃപയാ. ആ കൃപ തീർന്നു പോയിട്ടില്ല. ആ മാർക്കിൽ നീ മാത്രമേ തട്ടി നിൽക്കത്തുള്ളൂ. കൃപ ആ മാർക്കിൽ തട്ടി നിൽക്കത്തില്ല. കൃപ നിന്നെ കൃപ നിന്നെ എടുത്തുയർത്തുമോ. ആമേൻ, സ്തോത്രം. അപ്പോൾ അവരുടെ കൈക്ക് മുകളിൽ, അവരുടെ ബുദ്ധിക്ക് മുകളിൽ നിങ്ങൾക്കൊരു വളർച്ചയുണ്ട്. ചോദിക്ക്, എങ്ങനെ വളരുവാൻ കഴിയും? യോസേഫിൻ്റെ ജീവിതം തന്നെ അതിനുദാഹരണം. ദൈവവുമായി ചേർന്നു. അപ്പോൾ നിങ്ങളൊരു പക്ഷേ പിന്നെയും ചോദിക്കും, ദൈവദാസൻ, ഈ തിരക്ക് പിടിച്ച ലോകത്തിൽ കണ്ണുകൊണ്ട് കാണുന്നത്, ചെവി കൊണ്ട് കേൾക്കുന്നത്, അറിയുന്നത് എല്ലാം ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്ന അനുഭവങ്ങളുള്ള ഈ ലോകത്തിൽ എങ്ങനെ ഞങ്ങൾക്ക് ദൈവത്തോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ കഴിയും? ഉത്തരം പ്രാർത്ഥനയിലൂടെ, ഉപവാസത്തിലൂടെ. ഉപവാസ ഉത്സവങ്ങളെക്കുറിച്ചല്ല, ഉപവാസ പ്രാർത്ഥനയെക്കുറിച്ച്. ശരിയായ പ്രാർത്ഥനാ പങ്കാളിയായി ഉപവാസത്തോടെ, പ്രാർത്ഥനയോടെ നിങ്ങളെ
നടത്തുവാൻ, ദൈവത്തോട് ചേർത്ത് നിർത്തുവാൻ പ്രൈസർ ഫാമിലി നിങ്ങൾക്കൊപ്പമുണ്ട്. അതെ, ഒരിക്കൽ കൂടി സന്തോഷത്തോടെ അതേ ആത്മനിറവിൽ പറയട്ടെ, നിങ്ങൾ ആ തിരഞ്ഞെടുപ്പിനകത്തുള്ളവരാണ്. കാരണം നിങ്ങൾ ഉപവസിക്കുന്ന, പ്രാർത്ഥിക്കുന്ന പ്രൈസർ ഫാമിലിക്കൊപ്പമായിരിക്കുന്നു. നിങ്ങളുടേത് മാത്രമായ ഒരു വിഷയത്തിന് വേണ്ടി ഉപവസിക്കുവാൻ, ആ മതിലിന് മുകളിൽ വളരുവാൻ, നിങ്ങൾക്ക് വളരുവാൻ, നിങ്ങളുടെ തലമുറകൾക്ക് വളരുവാൻ, നിങ്ങളുടെ കുടുംബത്തിന് വളരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വിഷയത്തിന് മാത്രമായി ഒരു ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം, ഉപവസിക്കാം. ഈ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തും ലൈക്ക് ചെയ്തും എത്തിക്കുക. നമ്മുടെ നെയ്യാറ്റിൻകര മീറ്റിങ്ങിനെ കുറിച്ച് ഓർത്ത് പ്രാർത്ഥിക്കുക. അതിനൊത്തിരി മുൻപോട്ട് കാര്യങ്ങളുണ്ട്. ദൈവം അതിന് നമ്മെ ശക്തീകരിക്കേണ്ടതിനും ഒരുമിച്ച് മുന്നേറുവാൻ കർത്താവ് കൃപ പകരേണ്ടതിനും പലർക്കുമുള്ളൊരു കാൽവെപ്പായി അത് മാറുവാൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർത്ത് നിർത്തുക. പ്രിയപ്പെട്ടവരെയും ചുറ്റുഭാഗങ്ങളിലുള്ള പ്രിയപ്പെട്ടവരെയും ഇൻഫോം ചെയ്യുക. അതിനായി ഒരുങ്ങുക. പ്രാർത്ഥിച്ച് ഉപവസിച്ച് ആ മീറ്റിങ്ങിനായി ഒരുങ്ങുക. ദേശത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും, ഫലം കായ്ക്കും. ഉയരത്തിൽ ഒരു ഫലപ്രാപ്തി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 11:30 മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ ഉപവാസം ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ. ലിങ്ക് നിങ്ങൾക്ക് അവൈലബിൾ അല്ലെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ലൈവിൽ കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ ഒരുമിച്ച് നിങ്ങൾക്ക് വേണ്ടി, അല്ല നമ്മൾ ഒരുമിച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. വരുന്ന ആഴ്ചകളിൽ അത് നിങ്ങളുടെ സാക്ഷ്യമായി മാറും. എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ വിശുദ്ധ സഭാരാധന ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് അയ്യോ എനിക്കൊരു ആത്മീയ ആരാധന മിസ് ചെയ്യുന്നല്ലോ എന്ന് ചിന്തിച്ചായിരിക്കുന്നു എങ്കിൽ ജോയിൻ ചെയ്യുക. കടന്നു വരുവാൻ കഴിയുന്ന സ്ഥാനത്താണെങ്കിൽ പ്രൈസർ ഫാമിലിയിലേക്ക് സ്വാഗതം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, വളരാം, ഫലം കായ്ക്കാം. ലിങ്കുകൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യുക. അവരെയും കൂടെ ജോയിൻ ചെയ്യിപ്പിക്കുക. കണ്ണടച്ചോ. വിശ്വസ്ത കർത്താവെ, നല്ല ദൈവമേ, അനുഗ്രഹീതമായിരിക്കുന്ന നല്ല ദിവസത്തിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവെ, ആ മാർക്കിനെ അങ്ങ് മായ്ച്ചു കളഞ്ഞ കൃപയ്ക്കായി സ്തുതിക്കുന്നു കർത്താവെ. അവരുടെ ബുദ്ധിക്കും കൈക്കരുത്തിനും മുകളിൽ വളരുവാൻ സ്വർഗം ഇവർക്കങ്ങ് അവസരം നൽകിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഇവരുടെ ഫലപ്രാപ്തി അങ്ങ് ഉറപ്പിച്ച കൃപയ്ക്കായി സ്തുതിക്കുന്നു. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി അപ്പം ഈ സമയം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തൊഴിൽ സാഹചര്യങ്ങൾ അനുകൂലമാക്കി ഏറ്റവും ശ്രേഷ്ഠകരമായ ജീവിത അനുഭവങ്ങളെ ഇവർക്ക് നൽകി ഇവരെ അങ്ങ് മാനിച്ചുയർത്തിയാട്ടെ. ഇന്നത്തെ അവസ്ഥകൾ മാറട്ടെ, ഇന്നത്തെ സാഹചര്യങ്ങൾ മാറട്ടെ. ഏറ്റവും ശ്രേഷ്ഠമേറിയത് ഇവരുടെ ജീവിതത്തിൽ നൽകി സ്വർഗമങ്ങ് ഇവരെ മാനിച്ചു ഉയർത്തുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവെ, എല്ലാ നന്മകളാലും പ്രിയപ്പെട്ടവരെ അങ്ങ് അനുഗ്രഹിച്ചാട്ടെ. കടഭാരങ്ങൾ മാറട്ടെ, ഞെരുക്കങ്ങളും ഇല്ലായ്മകളും മാറട്ടെ, സാമ്പത്തിക വഴികൾ തുറന്നു വരട്ടെ, അഭിവൃദ്ധി ഉണ്ടാകട്ടെ, ജപ്തി നോട്ടീസുകൾ മാറിപ്പോകട്ടെ, കൊടുത്തു തീർക്കുവാൻ കഴിയാതെ ബാധിക്കപ്പെട്ട അവസ്ഥകൾക്ക് മാറ്റമുണ്ടാകട്ടെ, കടം കൊടുക്കുവാൻ കർത്താവെ കഴിയാതെ ഭാരപ്പെടുന്നവർ അതിനുള്ള സാവകാശം ലഭിക്കട്ടെ. കരങ്ങളിൽ വഴികൾ തുറന്നു വരട്ടെ, നന്മ കരങ്ങളിൽ ഉണ്ടാകട്ടെ. മക്കളെ പഠിപ്പിക്കുവാൻ കഴിയാതെ ഭാരപ്പെടുന്നവർ മക്കളെ പഠിപ്പിക്കുവാനുള്ള വഴികൾ തുറന്നു വരട്ടെ. മക്കളുടെ വിദ്യാഭ്യാസം, ഭാവി, മുൻപോട്ടുള്ള ജീവിതം അനുഗ്രഹമായി തീരട്ടെ. ഇന്നത്തെ അവസ്ഥ മാറട്ടെ. യേശുവിൻ നാമത്തിൽ ഇന്നത്തെ അവസ്ഥ മാറട്ടെ. ഇന്നത്തെ അവസ്ഥ മാറട്ടെ. നല്ല റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ. തലമുറകളുടെ ഭാവി വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടട്ടെ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഫാമിലി ലൈഫിന് വിരോധമായുള്ള വെല്ലുവിളികൾ അഴിഞ്ഞു മാറട്ടെ. ഉദരഫലമില്ലാത്ത കുടുംബങ്ങൾ ഉദരഫലം ജനിക്കട്ടെ. വിവാഹ ബന്ധങ്ങൾ നടക്കട്ടെ. മദ്യപാന വ്യഭിചാര ബെറിക്കൂത്തുകൾ മുഖാന്തരം തകർച്ച അനുഭവിക്കുന്ന കുടുംബങ്ങൾ പണിയപ്പെടട്ടെ. മദ്യപാനികൾ മാനസാന്തരപ്പെടട്ടെ. സംശയരോഗികൾ മാനസാന്തരപ്പെടട്ടെ. സ്വന്തം ഭവനങ്ങൾ പണിയട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ. എല്ലാ രോഗികളും യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. വലുതും ചെറുതുമായ എല്ലാ രോഗങ്ങളും മാറിപ്പോകട്ടെ. രോഗാതുരമായ നാഡീ നരമ്പുകളും കോശങ്ങളും അവയവങ്ങളും പുനർനിർമ്മിക്കപ്പെടട്ടെ. ഇനിയും ജോലി ചെയ്യുവാൻ, ഇനിയും സന്തോഷങ്ങളെ കാണുവാൻ ഇവരങ്ങ് ശേഷിപ്പിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ. മത്സര പരീക്ഷകൾ എഴുതുന്നവർ നല്ല റിസൾട്ടുകൾ നൽകിയാട്ടെ. IELTS, OET, പ്രോമെട്രി എക്സാമുകൾ എഴുതുവാനായി ഒരുങ്ങുന്നവർ സ്വർഗമങ്ങ് കൂടിയിരിക്കണമേ. നല്ല റിസൾട്ടുകൾ നൽകണമേ. രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ. വിദേശ രാജ്യങ്ങൾ കടന്നുപോയി നന്മ പ്രാപിക്കുവാൻ കഴിയാതെ ആയിരിക്കുന്നവർ വിശാലത വെളിപ്പെടട്ടെ. ഇവർക്ക് മുൻപിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. വിസകൾ കിട്ടട്ടെ. വിസകൾ സ്റ്റാമ്പ് ചെയ്തു വരട്ടെ. പുതിയ ജോലികൾ ലഭിക്കട്ടെ. നിയമങ്ങളുടെ നൂലാമാലകളിൽ പെട്ടുകിടക്കുന്നവർ അതിനകത്തുനിന്ന് പുറത്തു വരട്ടെ. ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രാർത്ഥനാ ജീവിതമുള്ളവരായി മാറട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പകലും ദൈവം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമന്യ എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 11 മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു.
നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക. പാസ്റ്റർ രതീഷ് JS, മൊബൈൽ നമ്പർ 8921632290. സിസ്റ്റർ വിജി രതീഷ്, മൊബൈൽ നമ്പർ 7561838946. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രേഷർ ഫാമിലിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക.